എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് സഭയിലെ എല്ലാ സഭകളിലും നോൻപ് ആരംഭിച്ച് ഞങ്ങൾ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ്. നോൻപിൻ്റെ ആവശ്യപ്പെടുന്ന വിശുദ്ധീകരണം ഞങ്ങളുടെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നൽകുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നോൻപിൻ്റെ ജാഗ്രതയോടെ ജീവിക്കുവാനും ദൈവസ്നേഹത്തെ വളരുവാനും സുവിശേഷ സാക്ഷികളാകുവാനും സഭയെ ശുദ്ധീകരിക്കുകയും വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുവാൻ അമ്മ, പരിശുദ്ധ അമ്മ, ദൈവമാതാവേ, സഭയ്ക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാള ദൈവശക്തിയാൽ ഞാൻ പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷ എഴുതിപ്പോയ പരീക്ഷകളെല്ലാം കർത്താവിൻ്റെ കൈകളിലാണ്. അത് എറിഞ്ഞുപോയ കല്ല് പോലെയാണ്. അതിനെ നിയന്ത്രിക്കണം, നയിക്കേണ്ടത്, ഉന്നതമായ വിജയം നൽകിക്കൊണ്ട് അനുഗ്രഹിക്കേണ്ടതും ഞങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി അങ്ങയുടെ കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ ദൃശ്യനദിയിൽ എഴുതിപ്പോയ എല്ലാ പരീക്ഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പുതിയ പരീക്ഷ എഴുതാൻ +1 ഒരുങ്ങുന്നുണ്ട് ഈശോയെ, അവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ പരീക്ഷ വിദ്യാർത്ഥികളെല്ലാം കർത്താവിന് അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ ബുദ്ധി, ബോധം, ഓർമ്മ, ശക്തി, ഓർമ്മയിൽ നിന്ന് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് എല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ, അത് ജോലി ചെയ്യുന്നവർ, കൂലി ചെയ്യുന്നവർ എല്ലാവരുടെയും മേൽ കർത്താവിൻ്റെ കരുണ കർത്താവ് പല കാര്യത്തിലും പലതരത്തിലും സാമ്പത്തികമായ മാന്ദ്യവും സാമ്പത്തികമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരും സാമ്പത്തികമായ കടങ്ങളിൽ പെട്ടുപോകുന്നവരും കർത്താവ് അങ്ങനെ പലതരത്തിലുള്ള വ്യക്തകൾ അനുഭവിക്കുന്നവരുണ്ട്. ഈശോയെ, 1:4 പ്രാർത്ഥിക്കുന്നു. ഹെൽപ് ദോസ് ഹു ഹാവ് ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. കർത്താവിന്റെ കൃപാസനത്തിന്റെ ആപ്തവാക്യമാണത്. എല്ലാ തരത്തിലും വിഷമം അനുഭവിക്കുന്നത് സഹായിക്കാൻ വേണ്ടി പരിശുദ്ധ അൾത്താറിൽ പ്രത്യക്ഷപ്പെട്ട ലോകത്തിന്റെ അപൂർവമായ സ്ഥലമാണ് കൃപാസനത്തിന്റെ അൾത്താറ. ഓർത്തുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷനെ ഓർത്തുകൊണ്ടും ഇന്നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന 10,000-കണക്കിന് മനുഷ്യരോട് അമ്മ അലിവ് തോന്നണമേ. അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന വീടില്ലാത്തവരുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട്ടിൽ സമാധാനം ഇല്ലാത്തവരുണ്ട്, വൈവാഹിക ജീവിതത്തിൽ തകർച്ചയുള്ളവരുണ്ട്. കർത്താവെ, അതിനേക്കാൾ ഉപരി കർത്താവ് പിരിഞ്ഞു പോകാൻ പോകുന്നവരുണ്ട്. എൻ്റെ കർത്താവ്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവരെയും പ്രാർത്ഥന സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെടാൻ പോകുന്നവർ, പിരിച്ചുവിടപ്പെട്ടവർ, അത് വീണ്ടും തിരിച്ചെടുക്കപ്പെടുന്നതിനും കർത്താവിൻ്റെ കരുണ അവരൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക ബാധ്യത കൊണ്ട് കടങ്ങളെ കൊണ്ടും പുരയിടങ്ങൾ വിൽക്കാൻ പോകുന്നവരും അതുപോലെ തന്നെ പലതരത്തിൽ ജപ്തിനോട് ഭീഷണിയെ നേരിടുന്നവരുണ്ട്. കർത്താവ്, അവരെല്ലാം ഈ പ്രാർത്ഥന പരിധി കൊണ്ടുവരുന്നു. അവരെല്ലാം നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ അമ്മമാരെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഗർഭിണികളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ ആഴ്ചയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ആശുപത്രി കഴിയുന്ന പ്രസവത്തിന് വേണ്ടി ആശുപത്രി കഴിയുന്ന അമ്മമാരെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ വിവാഹത്തിൽ ഒരുങ്ങുന്ന കുറിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ വഴക്കുകൾ, വിദ്വേഷങ്ങൾ, പറഞ്ഞു തീർക്കാൻ പോകുന്ന ശ്രമങ്ങൾ അതെല്ലാം വിജയിച്ച് സമാധാനത്തെ അവസാനിക്കാൻ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നോൻപിൻ്റെ കൂടെ, നോൻപിൻ്റെ പെട്ടകത്തിലേക്ക് നോഹയുടെ കൂടെ എല്ലാ നല്ല മൃഗങ്ങളുടെ കൂടെ ചീത്ത മൃഗങ്ങൾ പ്രവേശിച്ചതുപോലെ നോൻപ് കാലത്ത് പ്രത്യേക പിശാചുകൾ ഇറങ്ങി സൂക്ഷിച്ചേക്കണം. സഭയ്ക്ക് കൂടുതൽ പ്രയാസങ്ങൾ ഉണ്ടാകണതും പലപ്പോഴും നോൻപ് കാലത്താണെന്ന് മറന്നു പോകരുത്. കഴിഞ്ഞ കാലത്ത് കുറേ കാലത്തെ ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട്. നോൻപ് കാലത്താണ് സഭ കൂടുതലും പ്രതിരോധത്തിലാകണത്. തിന്മകൾ നമുക്കെതിരെ, നമ്മളിൽ ഉള്ളിലും നമ്മുടെ ഉൾക്കെതിരെയും വരുന്നതും ഇതുപോലുള്ള കാര്യങ്ങൾ ജാഗ്രതയോടെ. അതുകൊണ്ട് നോൻപെടുത്ത് കൃത്യമായി പ്രാർത്ഥിക്കുന്നവർ സഭയുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും നിലനിൽപ്പിനും അതിജീവനത്തിനും സുവിശേഷ സാക്ഷീകരണത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സഭയാണ് നോൻപിൻ്റെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റൻഷൻ, നിയോഗം. അതുപോലെ തന്നെ കുടുംബവും, അതുപോലെ വ്യക്തികളുടെ ശക്തീകരണം എല്ലാം നമുക്കറിയാം. ഇതെല്ലാം നടക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്. എന്താണ്? ഈ പത്രോസിനൂടെ ഇദൂമ്യക്കാരും പേത്രിയക്കാരും മെസ്സൊപ്പൊട്ടേമിയക്കാരും ഇങ്ങനെ കുറേ ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോഴാണ് പത്രോസിൻ്റെ പെന്തക്കോസ്ത മഹോത്സവം, പത്രോസിൻ്റെ പ്രഭാഷണവും പെന്തക്കോസ്ത മഹോത്സവവും. അപ്പോൾ ജനങ്ങളെല്ലാം ആദ്യമായിട്ടാണ് ഈ ഭൂമി പരിശുദ്ധാത്മാവ് നിറയുന്ന ഭയങ്കര മനോഹരമായ കാഴ്ച കാണുകയും ഓരോരുത്തരും തങ്ങളുടെ ഭാഷയിലെ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേൾക്കുകയും ചെയ്യുമ്പോൾ അവർ വിസ്മയിച്ച് ചോദിക്കും, ഈ ആത്മാവിനെ സ്വീകരിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആൾക്കാർക്ക് കൊതിയായി. യഥാർത്ഥ ദൈവത്തിൻ്റെ ചൈതന്യം ശക്തിയും കണ്ടു നിൽക്കുന്നതിന് കൊതി വരും. പക്ഷെ കൊതി വരുമ്പോഴും അതിന് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്ക് ബൈബിള് പറയുന്നുണ്ട്. എന്താണ്? ഈ ആത്മാവിനെ പത്രോസിന് അന്നുവരെ അറിയത്തില്ലായിരുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ അവിടുന്ന് പരിശുദ്ധാത്മ അയക്കുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ജനങ്ങൾക്ക് ഈ പരിശുദ്ധാത്മ കിട്ടാൻ എന്താണ് പോംവഴിയെ കുറിച്ചൊരു ഐഡിയ പത്രോസിനില്ലായിരുന്നു. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഇതുപോലെയുള്ള ടൈം ടു ടൈം വിഷയങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ആത്മാവിൻ്റെ പ്രത്യേക ഉൾപ്രേരണ കൊണ്ടാണത് ആയതുകൊണ്ട് ജനങ്ങൾ അപ്പോസ്തലനോട് ചോദിച്ചു, വാട്ട് we should do to receive this Holy Spirit. പത്രോസ് അപ്പോൾ പറയണത് ഈശോ പണ്ട് പഠിപ്പിക്കാത്ത കാര്യമാണ്. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച കാര്യമാണ്. എന്താണ്? റിപ്പന്റ്. നിങ്ങൾ പശ്ചാത്തപിച്ചാൽ ഞങ്ങളെപ്പോലെ ആത്മാവ് നിങ്ങൾക്കും കിട്ടും. പശ്ചാത്താപം നോൻപ് കാലത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് ശരിക്കും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പം ചിന്തിക്കേണ്ട വിഷയമേ, കരിക്കുരിയൊക്കെ ഇട്ട് ആഘോഷമായിട്ട് നടക്കുന്നതും ഞാൻ നോൻപിലാണെന്ന് മറ്റുള്ള ധരിപ്പിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ കരിക്കുരി ഒരു മാർഗം മാത്രമുണ്ട്, അടയാളം. എന്താണ്? പശ്ചാത്താപം. നമ്മളെടുത്ത പശ്ചാത്താപം നമ്മളെ തന്നെ അനുസ്മരിപ്പിക്കുകയും സമൂഹത്തിന് പശ്ചാത്താപത്തിൻ്റെ പോസ്റ്റർ ഒട്ടിക്കുന്ന സ്ഥലമായി നമ്മളെ തന്നെ മാറ്റുകയും ചെയ്യാൻ. എന്താണ്? ഒരു കുരിശ്, നമ്മുടെ കരിക്കുരിശ് നമ്മൾ ഇടുമ്പോൾ അത് പശ്ചാത്താപത്തിൻ്റെ ഓർമ്മ സൂചകമായിട്ട് മറ്റുള്ളവരെയും പശ്ചാത്താപത്തിൽ നയിക്കുക. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. എന്താണ്? പിന്നെ എന്താണ്? യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തപിക്കേണ്ടത്. അല്ലാതെ ഞാൻ പച്ചക്കറി ഉപേക്ഷിച്ചു, ഞാൻ ഫുൾ നോൻപാണ്, ഞാൻ ഹാഫ് നോൻപാണ്, ഇങ്ങനെയൊക്കെ. നോൻപെല്ലാം ഒരു മാർഗമാണ്. പച്ചക്കറി കഴിക്കുന്നവരാണ് പരിശുദ്ധാത്മാവിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാർക്ക് എത്രയും നേരത്തെ പരിശുദ്ധാത്മാവ് കിട്ടേണ്ടതായിരുന്നു. കാര്യം മൊത്തം നമ്മൾ സസ്യബുക്കുകളല്ലേ, പകുതി മുക്കാലും. അപ്പം അതുകൊണ്ട് ഈ നമ്മളെ ആചാരാനുഷ്ഠാനം ഭക്ഷണപാനീയങ്ങളെക്കാൾ ഉപരി അതൊക്കെ ഒരു അബ്സ്റ്റിനേഷൻ്റെ നമ്മളൊരു ഒരുക്കമാണ് നമുക്ക് തരുന്നത്. എന്താണ് കാര്യം? നമ്മുടെ സ്വഭാവത്തെയൊക്കെ നിയന്ത്രിക്കാനും അതുപോലെ സൗമ്യത, ശാന്തതയൊക്കെ. എന്തിനാണ് ശാന്തത നമ്മൾ കൈവരിക്കുകയും പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് പറ്റുന്നൊരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാമോ, ഭാര്യ ഭർത്താമാരുടെ ലൈംഗിക ബന്ധങ്ങൾ പോലും അബ്സ്റ്റിനേഷന് വിധേയമാക്കണമെന്ന്
പൗലോസ് പറയുന്നുണ്ട്. അതായത് പരസ്പരം ഒരു ധാരണയിൽ കുറച്ച് നാളത്തേക്ക് പ്രാർത്ഥിക്കാം എന്ന് തോന്നിയാൽ പരസ്പരമുള്ള അവകാശങ്ങൾ പരസ്പരം വേണ്ടെന്ന് വെക്കാവുന്നതാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ അതാണ് നോൻപെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 1 Korinthos 7:5 പ്രാർത്ഥനാ ജീവിതത്തിനായി. ഇതാണ് പ്രാർത്ഥനാ നോൻപ് കാലത്തുള്ള ചിന്തയാണ് കേട്ടോ. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന രണ്ടുപേരും ഒരാളെ ഏകപക്ഷമായിട്ട് തീരുമാനിക്കരുത്. അതാണല്ലോ പ്രശ്നം ഉണ്ടാക്കണ കുടുംബങ്ങളില്. കുറെ കാലത്തേക്കല്ലാതെ. ബൈബിൾ എന്ത് രസമാണല്ലേ, ഇരുവരും തീരുമാനിക്കണമെന്നാണ്. അല്ലാതെ കാര്യം ഭർത്താവിന്റെ ശരീരത്തിന് ഭാര്യയ്ക്കാണ് അവകാശം എന്ന് പറയുന്നുണ്ട്. 1 Korinthos 7:4 ഭാര്യയുടെ ശരീരത്തിന്മേൽ ഭാര്യയുടെ ശരീരത്തിനുമേൽ അവൾക്കല്ല അധികാരം ഭർത്താവിനാണ്. അതുപോലെ തന്നെ ഭർത്താവിന്റെ ശരീരത്തിന്റെ മേൽ അവനല്ല ഭാര്യയ്ക്കാണ് അധികാരം. കാര്യം അതുകൊണ്ട് തന്നെയാണ് അവിശ്വസ്തത കാണിക്കുന്ന പുരുഷനും സ്ത്രീയും പരസ്പരം. അതുകൊണ്ട് ആരാണ് ഭർത്താവാണ് അവിശ്വസ്തത കാണിക്കണമെങ്കിൽ ഭാര്യയ്ക്ക് ശാഠ്യം പിടിക്കാനും ശാസിക്കാനും അതുപോലെ തന്നെ നടപടികൾ സ്വീകരിക്കാനും അവൾ ബാധ്യതയാണ്. എന്താ കാര്യം? അവളുടെ ആ വിവാഹം എന്ന കുദാശ വഴി ഭർത്താവിൻ്റെ ശരീരത്തിന് മേൽ അവകാശം അവൾക്കാണ്. വേറെ വഴിയെ പോണവളൊക്കെ കയറി അവകാശം സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദൈവതിരുസന്നിധിയിൽ ആ മനുഷ്യനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവരാനുള്ള കടപ്പാട് നമുക്ക് ബാധ്യതയുണ്ട്. നേരെ തിരിച്ചു അങ്ങനെ സംഭവിക്കാം. പ്രാർത്ഥനാ ജീവിതത്തിനായി ഇങ്ങനെ അപ്പൊ രണ്ടുപേർക്കും പരസ്പരം അവകാശമുണ്ട്. പക്ഷേ പ്രാർത്ഥനാ ജീവിതത്തിനായി ഇരുവരും തീരുമാനിക്കുന്ന രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്ന, അങ്ങനെ തീരുമാനിക്കണം നല്ലതാണ് കേട്ടോ നോൻപ് കാലത്ത്. കാര്യം ദൈവവുമായിട്ട് ഏകാഗ്രതയിൽ പ്രാർത്ഥനയിലും ചിന്തയിലും ധ്യാനത്തിലും വൈകാരികമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സാഹചര്യം നോൻപിൽ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. കുറെ കാലത്തേക്കല്ലാതെ കുറെ കാലത്ത് നോൻപ് കാലം, കുറെ കാലത്തേക്കല്ലാതെ പരസ്പരം നൽകേണ്ട അവകാശങ്ങൾ. അത് കഴിഞ്ഞിട്ട് ചില സ്ത്രീകൾക്ക് ചില അസുഖങ്ങളുണ്ട്. ഭർത്താവിനെ വരുതിക്ക് നിർത്താൻ വേണ്ടി ശാരീരികമായ ബന്ധം നിഷേധിക്കും. അതുവഴി ഭയങ്കര പ്രശ്നങ്ങളല്ലേ ഓരോ കുടുംബങ്ങളിൽ നടക്കുന്നത്. നേരെ തിരിച്ച് സംഭവിക്കും. എനിക്ക് ഒത്തിരിയേറെ വിഷയങ്ങൾ അറിയാം ഈ വിഷയത്തിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കാത്തൊരു കുടുംബമുണ്ട്. ഇതെല്ലാം പാപത്തിൻ്റെ വിഷയത്തിലാണ് സഭ വിശുദ്ധ ഗ്രന്ഥം കാണുന്നത്. അതുകൊണ്ട് ദൈവത്തെ മറന്ന് നിങ്ങൾ ജീവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നെ കേൾക്കുന്ന ഒത്തിരി ആൾക്കാർ അക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അപ്പോൾ അവർ ചോദിക്കും, അച്ഛാ ഇത് നിങ്ങൾ ക്രിസ്ത്യാനികളുടെ നോൻപല്ലേ, ഞങ്ങൾക്കിത് എന്താ ബാധകം? അതായത് നിങ്ങൾക്കറിയാവോ ഞാൻ ആദ്യം തുടങ്ങിയത് എങ്ങനെയാണ്? തുടങ്ങിയത് മുമ്പിൽ ഈ ഏത് ജനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ പത്രോസിനോട് ചോദിക്കണത്, ഞങ്ങൾക്ക് ഈ ആത്മാവിനെ പരിശുദ്ധ കിട്ടാൻ എന്താ മാർഗമെന്ന്? അക്രൈസ്തവരാണ് ചോദിക്കുന്നത്. ഇദ്യൂമേക്കാർ, പെർത്തേക്കാർ, മെസ്സപ്പൊട്ടേമിയക്കാർ, ഗ്രീക്കുകാർ, അവരെ യഹൂദരല്ല. അതായത് ജനത്തിൻ്റെ കോമൺ ക്വസ്റ്റ്യനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ജോയലിൻ്റെ ദീർഘദർശനം എന്താണ്? ഈ ആത്മാവിനെ അന്നാളുകളിൽ ഞാൻ എല്ലാവർക്കും നൽകും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ജോയൽ 2:28 അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പൊ എല്ലാവർക്കും, യഹൂദന്മാർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും മേൽ ആത്മാവിനെ, ആരെല്ലാം പശ്ചാത്തപിക്കുന്നുവോ, ആരെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ, അതായത് എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ പാപത്തിന് പരിഹാരം ക്രിസ്തു കുരിശ് ചെയ്തെന്ന് ആര് വിശ്വസിച്ചാലും അവന് അതിൻ്റെ പേരിൽ അവൻ പശ്ചാത്തപിക്കുകയാണെന്നുണ്ടെങ്കിൽ, പാപത്തെ വെറുത്ത് ജീവിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മേലെ ആത്മാവിനെ കിട്ടുമെന്നാണ് പറയണത്. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള അരുളപ്പാടുകളാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് പരമാവധി ഓരോ വിഷയം, ഇപ്പം ഞാനൊരു വിഷയം പറഞ്ഞില്ലേ, അതുപോലെ ഓരോ വിഷയങ്ങൾക്കും ദൈവത്തിൻ്റെ വചനത്തോട് ചേർത്ത് വെച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് ശക്തീകരിക്കാൻ ഈ നോൻപുകാലം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് കർത്താവിൻ്റെ ഉടമ്പടി വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പുതിയ ചൈതന്യം, പുതിയ സന്തോഷം, പുതിയ സംതൃപ്തി. പല അർത്ഥങ്ങളുണ്ടായിന്. അതായത് നിങ്ങളിപ്പോൾ തന്നെ ആ ചേച്ചി പറഞ്ഞില്ലേ, ഞാൻ കേരളത്തിലെ
14 ജില്ലകളിലും പോയി. ലൈൻ ബസ്സിനാണേ. ആലപ്പുഴ വന്നിട്ട് കൊല്ലത്തേക്ക് പോകും. കൊല്ലത്ത് അവിടെ പത്രം കൊടുത്തിട്ട് പ്രവർത്തനം ചെയ്ത് കൃപാസന അമ്മയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് പോകും. ഇങ്ങനെ അവർ 14 ജില്ലകളിലും പത്രം കൊണ്ട് പോകും. എന്നിട്ട് ആർമാദിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ചാണ് ഇവിടെ വന്നിട്ട് അത് ആ അനുഭവം പറയണത്. അല്ല, എൻ്റെ കയ്യിൽ നിന്ന് 1500 പത്രത്തിന് കാശ് പോയില്ല എന്ന് പറഞ്ഞ് മോന്തം കയറ്റി ചത്തവരുടെ വീട്ടിൽ മരിച്ചവരിയ്ക്കണ പോലെ ഇരിക്കുകയില്ല. അതാണ് വിഷയം. ആനന്ദം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. കർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നതോറും ആനന്ദം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് ബൈബിൾ പറയണത് ഉടമ്പടി പ്രകാരമുള്ള പുതു ചൈതന്യം. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ എടുത്ത 2 വചനങ്ങളുടെ ഒരു ചൈതന്യമുണ്ട്. നമ്മളെടുത്ത വചനം ഏതാണ്? ആദ്യത്തെ ഏതാണ്? എസെക്കിയേൽ 36 അല്ലേ? എസെക്കിയേൽ 36:27. എസെക്കിയേൽ 36:27 എന്താ പറയണത്? എൻ്റെ ആത്മാവ്. അതൊക്കെ മുമ്പ് എന്താ പറഞ്ഞ ഒരു പുതു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി പകരം മാംസഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. നിങ്ങൾ എൻ്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിലും ശ്രദ്ധയുള്ളവരായിരിക്കും. ഉടമ്പടിയുടെ കൂടെ ഈ പുതു ചൈതന്യം വരുന്നുണ്ട്. ഒരു ഉടമ്പടി എടുത്ത് സത്യസന്ധ വ്യക്തിയാണ് ഉടമ്പടി എടുത്തിരിക്കണമെങ്കിൽ ഈ പുതു ചൈതന്യം, സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി ആതുര സേവനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ, കർത്താവിന് വേണ്ടി പ്രവർത്തനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തിൻ്റെ പുതു ചൈതന്യം വരും. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ട ഉടമ്പടി 14:15 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത്. 14:15 എന്താ പറയണമെന്ന് നോക്കിയേ. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഉടമ്പടിയാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അതിൻ്റെ കൂടെ ചൈതന്യം പറയുന്നുണ്ട്. വായിച്ചോളൂ. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. ലോകത്തിന് സാധിക്കത്തില്ലെന്ന് പറയുമ്പോൾ ലോക അരൂപിക ഉള്ളവർക്ക്, എന്നുവെച്ചാൽ അവരുടെ വിഷയങ്ങൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തവർക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ വീട് വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ രോഗം മാറണം എന്ന് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നവർക്ക് ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ ഉദ്ദേശിക്കണം? ദൈവത്തെ ഉദ്ദേശിക്കണം. ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ എന്നെപ്പോലെ ഞാൻ മറ്റുള്ളവരെ അറിയിക്കും. കർത്താവിൻ്റെ വചനങ്ങളിൽ അനുസരിച്ചുള്ള പരസ്നേഹ പ്രവർത്തനങ്ങൾ ദൈവസ്നേഹത്തോടെ ഞാൻ സമൂഹത്തിൽ സുവിശേഷത്തിൻ്റെ കാരുണ്യപ്രവർത്തന സാക്ഷിയായി മാറും എന്നെടുത്ത സത്യസന്ധമായ ഉടമ്പടി ചെയ്തവർക്ക് എന്ത് പറ്റും? ഞാൻ അവർക്ക് എൻ്റെ ആത്മാവിനെ നൽകും. എൻ്റെ പിതാവിനോട് ചോദിക്കുകയും അവനെ വസിക്കാൻ വേണ്ടി മറ്റൊരാത്മാവിനെ നൽകുകയും ചെയ്യും. ഈ ആത്മാവിന് നൽകപ്പെടുന്നവരാണ് ആരെ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയണത്. ചിലപ്പോൾ അത് മാതാവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും, ചിലപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഒത്തിരി സാക്ഷ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി എടുത്തിട്ട് നിങ്ങൾക്ക് സന്തോഷമാണോ അതോ നിരാശയാണോ? നിരാശയാണെങ്കിൽ നിങ്ങൾ പോയി വല്ല ഹോൾസെയിൽ കട, എന്തെങ്കിലും ഇപ്പോൾ തട്ടുകടയൊക്കെ തുടങ്ങുകയാണ് നല്ലത്. എന്താ സംഭവം? നിങ്ങൾക്ക് മരമറിയാതെ കൊടിയിട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ചില ആൾക്കാർ മരമറിയാതെ കൊടിയിടുമെന്ന് പറയത്തില്ലേ? എന്ന് പറഞ്ഞ പോലെ ഉടമ്പടി എടുത്തിരിക്കുന്നത് വിഷയബന്ധിയായിപ്പോയി, വ്യക്തിബന്ധിയല്ല. ഞാൻ നിങ്ങളെ വഴക്ക് പറയുകയല്ല, നിങ്ങൾ എത്രയും വേഗം രക്ഷപ്പെട്ട് ദൈവത്തെ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ലക്ഷ്യമാക്കി മാറ്റണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇതെല്ലാം സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ചിലർക്ക് എന്താ പറയണത്, ഞാൻ ഇനിയും വരുമെന്നൊക്കെ പറഞ്ഞല്ലേ സാക്ഷ്യം പറഞ്ഞിട്ട് പോണത്.
എനിക്ക് ഇനിയും പറയാനുണ്ട്, ഞാൻ ഇനിയും വരും എന്നും പറഞ്ഞു പോണത് എന്ത് സന്തോഷത്തോടെ അവരിറങ്ങിപ്പോണത്. അടുത്ത സാക്ഷ്യം കൊണ്ട് വരാൻ വേണ്ടി, അടുത്ത ദൈവാനുഭവം. സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവാനുഭവമാണ്. സാക്ഷ്യം എന്ന് പറയണത് ദൈവാനുഭവമാണ്. അടുത്ത ദൈവാനുഭവം കൊണ്ട് വരുമെന്ന് അവർക്ക് ഉറപ്പാണ്. എന്താ? ദൈവത്തെ അവർ ഫീൽ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇനിയും ദൈവം അടുത്ത അടയാളം എനിക്ക് തരുമായിരിക്കും. തന്നാൽ കൊള്ളാം. ആർക്ക്? ദൈവത്തിന്. പോരെ. ചിലരുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഇനിയും ചിലപ്പോൾ ആരെങ്കിലും കിട്ടിയാൽ കൊള്ളാം. ആർക്ക് കൊള്ളാം? ദൈവത്തിന് കൊള്ളാമെന്ന് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഈ വാദപ്പനിക്കാരൊക്കെ ഇപ്പോൾ ഒന്ന് പടന്ന് എഴുന്നേക്കണം. എന്തിനെക്കുറിച്ച്? ഞാൻ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നിങ്ങളിൽ എന്തോ ഒരു ദൈവികമായ കണം ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നിങ്ങൾ മോശമാണെന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നിങ്ങളുടെ ഈ കണ്ണീരിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്ത് വരണമെങ്കിൽ എന്തെങ്കിലും ജന്മപുണ്യം നിങ്ങളുടെ കയ്യിലുണ്ടാകും. അത് വെച്ചാൽ ദൈവം നിങ്ങളോട് കൊണ്ടുവന്നിരിക്കണത്. അത് മനസ്സിലാക്കിയിട്ട് അതിൽ വളരാൻ നോക്കണം. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് നടന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടുകയല്ലേ ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ അളക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി എടുത്ത് വീണ്ടും നിങ്ങൾ ഡീപ്രമോട്ടായി പോകും. നിങ്ങളുടെ വിഷയം വെച്ച് ദൈവത്തെ ചുരുക്കും. നമ്മുടെ വിഷയത്തിന് ചുരുക്കാനുള്ള ആളല്ലല്ലോ നമ്മളെയോ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി എടുക്കുക. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. അതിനാവശ്യമായ ദൈവസ്നേഹം ആർജിക്കുക. ദൈവസ്നേഹം ആർജിക്കണതും ശരിക്കും ദൈവസ്നേഹം ആർജിക്കണതും ഇപ്പം ദൈവസ്നേഹം ഇല്ലാത്ത ആൾക്കാരാണെന്ന് വിചാരിച്ചോ? അങ്ങനെ ഒരു പാരമ്പര്യമോ പരിശീലനമോ ഇല്ലാത്ത ആളെന്ന് വിചാരിച്ചോ? പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ പറയുന്നു. ഇപ്പം എന്താ സംഭവിച്ചിരിക്കണത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കാറ് ഉന്തി സ്റ്റാർട്ടാക്കേണ്ട അവസ്ഥ വന്നു. പുതിയ കാറാണേ, അധികം കാലമൊന്നും ആയില്ല, ആരും ഡ്രൈവ് ചെയ്യാറില്ല, ഞാനാണ് എവിടെയെങ്കിലും പോണത്. പക്ഷെ കാറ് നിന്ന് പോയി. ഡ്രൈവർ പറഞ്ഞ് ഞാൻ കുറച്ച് മുമ്പ് അങ്ങോട്ടൊക്കെ എടുത്തിട്ടാണെന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. പക്ഷെ കാറിൻ്റെ അകത്ത് താക്കോട്ട് തിരിച്ചിട്ട് അവസാനം ഒരുത്തം വന്ന് ബൈനറ്റ് പൊക്കി അതിൻ്റെ അലൈൻമെൻറ്റ് വരെ പോയി. അപ്പോൾ ഞാൻ പിന്നെ അകത്തിരുന്നൊരു വിശ്വാസപ്രമാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ബുദ്ധി തോന്നി. വേറെ ഒരു അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞാൽ ഇവരോട് ബാറ്ററി കേടാണ്, ബാറ്ററി ഡൗൺ ആണ്. അപ്പോൾ വേറൊരു ബാറ്ററി കൊണ്ടുവന്ന് ഈ ബാറ്ററിയുടെ കൂടെ ഇട്ടിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി പോയി. എന്നിട്ട് ആ കൊണ്ടുവന്ന ബാറ്ററി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഓടിയപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജായി. ഈ കാരുണ്യ പ്രവൃത്തികളിൽ വരുന്ന പ്രോസസ്സിങ് ഇതാണ്. നിങ്ങൾക്കിപ്പോൾ സീറോ കൃപയാണെന്ന് സീറോ പവറാണ് നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ ഈ അർത്ഥത്തേക്ക് ഉപ്പതേക്കാത്ത ഒരു കക്ഷിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് കാരുണ്യം അറിയാൻ പാടില്ല, പ്രവൃത്തി അറിയാൻ പാടില്ല, ദൈവത്തിന് അറിയാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഉടമ്പടി എടുത്തുപോയി. അപ്പോൾ ഇതെന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കേടാണ്, ഡൗണാണ്, സ്റ്റാർട്ട് ചെയ്യണില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം? ആദ്യമേ കാരുണ്യ പ്രവൃത്തി കണ്ണും പൂട്ടി ചെയ്യുക, ദൈവസ്നേഹത്തിന് വേണ്ടി കാഴ്ചവെക്കുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ആ പവർ കൊണ്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടത് നമ്മുടെ ബാറ്ററി തന്നെ റീചാർജ് ആയി കഴിയും. അത് ഞങ്ങൾ പറയണ പോലെ നിങ്ങൾ ചെയ്യണം. പിന്നെ നിങ്ങൾ തന്നെ സ്വയമായിട്ടത് ആർജിച്ചെടുത്തോളൂ. പ്രതി മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ വേറെ ഒരു ബാറ്ററി കൊണ്ട് ഒരു സ്റ്റാർട്ടർ കൊടുത്താൽ മതി. ബാക്കി നമ്മുടെ ബാറ്ററി തന്നെ വർക്ക് ചെയ്തിട്ട് ഇവിടം വരെ വേണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എപ്പോഴും വിഷയമെന്ന് പറയുന്നത് കാരുണ്യപ്രവൃത്തി തന്നെ ഇതിൻ്റെ വിഷയം. കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ എന്തുമാകാം, മനുഷ്യന് നന്മ ഉണ്ടാക്കുന്ന എല്ലാ പദ്ധതികളും. അതായത് ജാതിയും മതവും മനുഷ്യനെയും ശത്രുവും മിത്രവും ഒന്നും നോക്കാതെ മനുഷ്യന് നന്മയുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും. മനുഷ്യന് നന്മയെന്ന് പറയാൻ പറ്റത്തില്ല ഇതൊക്കെ ഈ കാലങ്ങളിലൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൃഗങ്ങൾക്ക് നന്മയുണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. ഇപ്പം ചിലരെ കണ്ടിട്ടില്ല, അപ്പം ചില വീഡിയോ കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ചിലപ്പോൾ ഒരു ആട് അല്ലെങ്കിൽ ഒരു പന്നിയൊക്കെ ചിലപ്പോൾ ചെളി പൂണ്ട് മരിക്കാൻ പോകണമെങ്കിൽ സായപ്പൻ നാട്ടിലാണെങ്കിൽ അവരതിനെ പൊക്കിയെടുക്കും എങ്ങനെയെങ്കിലും വണ്ടി നിർത്തിയിട്ട്. നമ്മളാണെങ്കിൽ അവിടെ കിടന്ന് ചാകട്ടെന്ന് പറയും. ഈ വ്യത്യാസമുണ്ട് ശരിക്കും. നമുക്കതാ ഈ ആൾക്കാരെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കണതിൽ കുറച്ച് കുറഞ്ഞ ഒരു പ്രശ്നമേ ഉള്ളൂ. കുറച്ച് അങ്ങനെ അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കത്തില്ല.
പക്ഷേ ഇവിടെ ഇക്കോസിസ്റ്റത്തിൽ ഈ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതിനെ എല്ലാത്തിനോടും കടപ്പാടുണ്ട്. ഇപ്പോൾ ഫ്രാൻസിസ് സേവർ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്ത പണി ഒരു കുരുവിയെ ആരാണ്ട് കുഞ്ഞുങ്ങൾ കുരുവിയുടെ കാലെ കെട്ടിയിട്ട് തൂല് കെട്ടിയിട്ട് പറപ്പിച്ച് ആ കുരുവി പോയി ഒരു ചെടിയെ കുരുങ്ങിയിട്ട് അവസാനം അതിന്മേൽ തൂങ്ങിക്കിടന്ന്. അപ്പോൾ ഫ്രാൻസിസ് സേവർ വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ കുരുവിയുടെ കുരുക്കഴിച്ചിട്ട് പറത്തി വിട്ട്. സുവിശേഷ പ്രവർത്തനമാണത്. അപ്പം മനുഷ്യന് തന്നെയല്ല നന്മ. ഈ ഭൂമി കുടുംബത്തിൽ നമ്മുടെ കൂടെ ജീവിക്കുന്ന എല്ലാവർക്കും നന്മ ചെയ്യാനുള്ള മനസ്സ് രൂപപ്പെട്ട് വന്നാൽ നിങ്ങൾ പക്ക ഉടമ്പടിയിലായി. ഇപ്പം നമ്മുടെ ബന്ധുക്കളെ മാത്രമല്ല, എപ്പോഴും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് നന്മ ചെയ്യുമ്പോൾ നമ്മൾ ബന്ധുക്കളെ മാത്രമാണ് അഡ്രസ്സ് ചെയ്യണത്. അല്ലെങ്കിൽ നമുക്ക് നാളെ ഗുണം വരാൻ സാധ്യതയുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ അഡ്രസ്സ് ചെയ്യത്തുള്ളൂ. അപ്പം നിങ്ങൾ മനുഷ്യനായി, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉടമ്പടി ദൈവം മനുഷ്യനുമായിട്ട് ചെയ്യാറില്ല, ദൈവ പൈതലുമായിട്ടാണ് ചെയ്യണത്. അപ്പോൾ ഉടമ്പടിയുടെ കപ്പാസിറ്റിയിൽ നമ്മൾ ദൈവ പൈതലാകണം. അപ്പം നമ്മുടെ ബന്ധുക്കളുടെ അപ്പുറത്ത്, സ്വന്തപ്പെട്ട അപ്പുറത്ത്, നമുക്ക് സഹായം ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ അപ്പുറത്ത് ഒരു പ്രയോജനമില്ലാത്തവരാണെങ്കിലും നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മൾ അവർക്ക് വേണ്ടി സമയമോ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു സഹായമോ ചെയ്തു കഴിഞ്ഞാൽ നീ ദൈവ പൈതലായിട്ട് മാറി. ഞങ്ങളെ സെമിനാരിൽ നിന്ന് തെറ്റ് പഠിപ്പിച്ച് ഇറക്കിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. ഞാൻ സെമിനാരിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡീക്കന്മാരുടെയൊക്കെ ഭയങ്കര അവസാനത്തെ കൊലക്കാരാണ് ഡീക്കന്മാരുടെ ഭയങ്കര വിരുന്നും ഭയങ്കര അവസാനത്തെ ഫെയർവെൽ സ്പീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അച്ഛൻ വന്ന് അവസാനം നമ്മളെ യാത്രയാക്കി സെമിനാരി 7 കൊല്ലത്തെ പഠനവും കഴിഞ്ഞിട്ട് അവർ നമ്മളെ ഗുഡ് ബൈ പറഞ്ഞ് യാത്രയാക്കുമ്പോൾ അവർ നമുക്കൊരു സന്ദേശം തരും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ നല്ല ചൈതന്യമുള്ള അച്ഛനായിരിക്കും വന്ന് പറയണത്. എന്നെ ഡീക്കനാക്കി ഇറക്കിയപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്, നിങ്ങൾ ബേസിക്കായിട്ട് ആദ്യം ഒരു മനുഷ്യനാവുക, അതിനുശേഷം നിങ്ങളൊരു പുരോഹിതനാകാൻ പറഞ്ഞു. ഞാൻ പിന്നീട് എൻ്റെ ജീവിതം വെച്ച് നോക്കിയപ്പോൾ എന്ത് പൊട്ടത്തരമാണ് പറഞ്ഞ് ഞങ്ങളെ കേൾപ്പിച്ച് പറഞ്ഞു വിട്ടതെന്ന് ഓർത്ത് പോയി. കാര്യം ഒരു പുരോഹിതൻ എത്രയോ വലുതാണ് മനുഷ്യനേക്കാൾ. ആദ്യം ഒരു പുരോഹിതനാകാൻ പഠിഞ്ഞ മനുഷ്യന്മാരെ ഇവിടെ ആവശ്യമുണ്ട്, കൂടുതലുണ്ട്. ആദ്യം ഒരു പുരോഹിതൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ചൈതന്യം അതുപോലെ ഉൾക്കൊണ്ട് അതനുസരിച്ച് ജീവിക്കാൻ ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അർപ്പിതനാണ്. ആദ്യം ഒരു പുരോഹിതനാകാൻ വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി മനുഷ്യരായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു നല്ല പുരോഹിതനായ ഓട്ടോമാറ്റിക് മനുഷ്യനാകാം. ഒരു മനുഷ്യനായതുകൊണ്ട് പുരോഹിതനാകണമെന്ന് നിർബന്ധമില്ല. കാര്യം പുരോഹിതൻ്റെ അകത്ത് ഈ സ്വയംദാനം എന്ന സംഭവമുണ്ട്, മനുഷ്യനിൽ സ്വയംദാനമില്ല. അപ്പോൾ ഈ 7 കൊല്ലം പഠിപ്പിച്ചിട്ട് അവസാനം വിഡ്ഢിത്തരവും പറഞ്ഞാണ് ഞങ്ങളെ പുറത്ത് കൈവെപ്പിച്ച് വിട്ടിരിക്കണേ. ഇങ്ങോട്ട് കർത്താവിൻ്റെ പഠനങ്ങളോട് തെറ്റാണത് ശരിക്കും പറഞ്ഞ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ നമുക്ക് വേറെ മുമ്പും പുറകും പെങ്ങളും ആങ്ങളെയും ആരും ഒക്കെ ഒന്നുമില്ല. ആരാണുള്ളത്? ജനം. കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയാണുള്ളത്. പിന്നെ ഉള്ളവരാരാണ്? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാൻ സാധ്യതയുള്ള ജനങ്ങൾ. ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെടുകയും നമുക്ക് പാപക്ഷമ നൽകുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ ആ ക്രിസ്തുവിൽ വിശ്വസിക്കാൻ സാധ്യതയുള്ള ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി അർപ്പിതനായിരിക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ എന്താ വിഷയം വരുന്നത്? ഒരു മനുഷ്യനേക്കാൾ നിലവാരത്തിലുള്ള കാര്യം. ക്രിസ്തു ഒരേ സമയം മനുഷ്യനായിരുന്നു, അതേസമയം തന്നെ അവൻ ദൈവമായിരുന്നു. ഇവൻ്റെ ഒരു പകർപ്പായിട്ടാണ് പിന്നീട് പൗരോഹിതം വരണത്. അപ്പം ഞാൻ പറയണത് ഞാൻ കേമനാണെന്ന് പറയുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ഈ നമ്മളെ പ്രയോറിറ്റി ഓഫ് സെറ്റിങ്സിൽ ഹ്യൂമാനിറ്റേറിയൻ കൺസെപ്റ്റ് നമ്മളെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ വിഡ്ഢിത്തരങ്ങൾ സഭയിൽ എഴുന്നള്ളിക്കപ്പെട്ടിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയണത് ഒരു ദൈവ പൈതലുമായിട്ടാണ് ദൈവം ഉടമ്പടി ചെയ്യണത്, ഒരു മനുഷ്യനുമായിട്ടല്ല. നിങ്ങളൊരു മനുഷ്യനാണെങ്കിൽ ഒരു ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്താ കാര്യം? ദൈവ പൈതലായിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം
നമ്മൾക്ക് മെച്ചമില്ലാത്ത ആൾക്കാർ, ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ വീണ്ടും കണ്ടുമുട്ടില്ലെന്ന് വരും. നിങ്ങൾ നാളെ കണ്ടുമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് കൈസഹായം ചെയ്യണത്. നമ്മളവരെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കും. അവർക്ക് വസ്ത്രം കൊടുക്കുകയോ പണം കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെ സഹായിക്കും. ഇത് മനുഷ്യന് സാധിക്കുന്ന കാര്യമാണ്. ഇത് മനുഷ്യത്വം അല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ദൈവപ്രകൃതിയുള്ളൊരു മനുഷ്യത്വം വേണ്ടി വരും. ഉടമ്പടി ദൈവം ഉദ്ദേശിക്കുന്നത് അതാണ്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ശിലാഹൃദയം എടുത്ത് മാറ്റും, പകരം എന്ത് ചെയ്യും? മാംസളമായ ഹൃദയം നൽകും. എന്തിനു വേണ്ടിയാണ്? ഒരു പുതു ചൈതന്യം നിങ്ങൾ നിക്ഷേപിക്കും. പുതു ചൈതന്യത്തിന് നിക്ഷേപിക്കപ്പെടുമ്പോൾ ആ പുതു ചൈതന്യം നമ്മൾ പ്രവർത്തനക്ഷമമായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ദൈവരാജ്യം സംജാതമാക്കുന്നതിനുള്ള ദൈവ പദ്ധതിയിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ മനുഷ്യൻ്റെ സഹകരണമാണ് ഉടമ്പടി. കൈയടിച്ച് കർത്താവേ ഉടമ്പടി പൊതു പൗരോഹിത്യത്തിലേക്കുള്ള വിളിയാണെന്ന് തിരിച്ചറിവ്